ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 അതിന്റെ ഫിനാലെ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ മത്സരം കൂടുതൽ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടിപ്പാട്ടുകാരുമായിട്ടുള്ള പാട്ടിന്റെ പോരാട്ടത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ്. ഒരുപാട് നല്ല നല്ല പാട്ട് വിശേഷങ്ങളും കുറേ കഥകളും ഒക്കെ ആയിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് പേരെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് നമ്മുടെ ആര്യ ചേച്ചി. വെൽക്കം. റെഡി അല്ലേ മൂന്നുപേരും? എന്തൊക്കെയാ പുതിയ റൗണ്ട്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്? റൗണ്ടിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. വേറെ റൗണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. പറയട്ടെ? പറഞ്ഞോ. ഇപ്പൊ പറയും. Come on. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില പ്രസ്ഥാനങ്ങളാണ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴകുന്തോറും വീര്യം കൂടുന്ന് പറയില്ലേ, അതുപോലെയാണ്. പ്രത്യേകിച്ചും ഈ സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. ആരോട്? തൊട്ട് കാണിക്കണോ? ഉണ്ണി അങ്കിൾ. യെസ്. ഉണ്ണിയങ്കളെ ഞെട്ടിപ്പോയി. ഞാൻ സത്യം മീനൂട്ടിയെ പറ്റിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. ഞാനും പഴകും തോറും വീര്യം കൂടുവെന്ന് എന്നെ പറ്റി. യു ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. ചെറിയൊരു കിരീടം കൂടെ വേണമെന്നുള്ളൂ. നമുക്ക് സെറ്റാക്കാം. ഇന്നത്തെ ദിവസം ധന്യമായില്ലേ? അതെ, ഒത്തിരി ധന്യമായി. ഉണ്ണിയങ്കൾ ധന്യായില്ലേ? അതെ, നമുക്ക് രണ്ടിനും ധന്യം. ഉണ്ണിച്ചേട്ടന്റെ ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താണ്? പറ ഉണ്ണിയങ്കൾ, ഇതിലൂടെ അത് വെളിപ്പെടുത്തും. അതൊക്കെ രഹസ്യല്ലേ, പറയാൻ പാടുമോ? എന്നാലും വെളിപ്പെടുത്ത് നമ്മുടെ ടോപ്പ് സിംഗറിലെ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതെ, ഒരു രഹസ്യമില്ല. വളരെ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് മിടുക്കനായിട്ടിരിക്കും. അതെ. MJ അങ്കിൾ ചേട്ടാ എക്സസൈസ് ഉണ്ട്? എക്സസൈസ് ഉണ്ട്, of course. ഉണ്ട്. ഒരു 1 hour നമുക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യണ്ടേ? 1 hour. എന്താ ചെയ്യുന്ന? യോഗയാണോ, ജിം ആണോ? യോഗ ചെയ്യും, നടക്കും, നിറയെ കണ്ടമാനം നടക്കും. നടന്ന് ടയർഡാവും. അപ്പൊ തിരിച്ചിങ് പോരുന്ന്. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യില്ല. മിടുക്കൻ. എന്നെ കൊണ്ട് അതിന് പറ്റൂല. എന്ത് പ്രൗഡായിട്ടാ പക്ഷേ പറയുന്നത്. ഞാൻ എക്സസൈസ് ഇല്ല. നല്ലോണം. അതെങ്ങനെയാ അപ്പൊ? അത് നല്ല ഡയറ്റ് ചെയ്ത് ഡയറ്റ് പ്രോപ്പർ പിന്നെ കുറച്ച് നടക്കുക. അപ്പൊ നമ്മൾ തടി വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും, കുട്ടാ എന്തോന്ന് തടി, ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മെലിഞ്ഞു കഴിഞ്ഞാൽ പറയും, എന്തെങ്കിലും അസുഖം ഉണ്ടോ? വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. എല്ലാം കേൾക്കണം. അതെ, ആര്യ ചേച്ചി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും? നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ MJ വളരെ ക്ലീൻ ആണ് കേട്ടോ. ഒരു തടിന്ന് തോന്നുന്നില്ല. ഇതുവരെ ഞാൻ ക്ലീൻ അല്ല, എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, MJക്ക് എന്ത് പറ്റി, ക്ഷീണിച്ചിട്ടുണ്ടല്ലോ? ഞാൻ പറഞ്ഞു ഇപ്പൊ നല്ല ട്രിമ്മാണ്, ഒരു പ്രശ്നമില്ല. അവർ നന്നായിട്ടാ ഇരിക്കുന്നേ. മിടുക്കനായിട്ടുണ്ട്. മിടുക്കൻ, സുന്ദരനായിട്ടുണ്ട്. നമ്മൾ പ്രശ്നം സോൾവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ആര്യ ചേച്ചിയുടെ ജിം വർക്കൗട്ട് ഞാൻ ചോദിക്കാൻ വെയിറ്റ് ചെയ്യല്ലേ. കള്ളി 5 മണിക്കാണ് ജിമ്മിന് പോണം. രാവിലെ 5 മണിക്ക്. 5 ഞാൻ എഴുന്നേക്കും. അത്രേ ഉള്ളൂ. രാവിലെ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോഴേ ഡമ്പലൊക്കെ എടുത്തോണ്ടിരിക്കുക. സൂക്ഷിക്കണേ, എന്നെ എപ്പോഴാ എടുത്ത് പൊക്കിയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അത് കുറച്ച് ഓവറാക്കി പറഞ്ഞു, കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അഥവാ ഒരു പാട്ട് കേൾക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല പുതിയ റൗണ്ട്സ് അല്ലേ? പുതിയ റൗണ്ട്സ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ചോയ്സ് അല്ലേ? അതെ, നമ്മുടെ ചോയ്സ്. അതിനൊരു അഹങ്കാരമുണ്ട് 3 ആര്യ ചേച്ചി, യെസ് മീനുട്ടാ, ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കൊരു ഫേവറേറ്റ് റൗണ്ട് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോ എനിക്ക് ഫേവറേറ്റ് റൗണ്ടുകൾ കുറച്ച് കൂടുതലാ, കുറച്ച് അധികം ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു റൗണ്ടാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. 2 പേരുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഒറ്റയടിക്ക് കാണാൻ പോകുന്നത്. നമ്മളിവിടെ യുഗ്മഗാനം കണ്ടിട്ട് കുറെ കാലായി, കുറേ നാളായി. ശരിയാ. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് ഡിബേറ്റ് റൗണ്ട് വന്നിരിക്കുകയാണ്. പാടാനെത്തുന്നത് നമ്മുടെ പാർത്ഥവ് കുട്ടനും ശിവകാമിക്കുട്ടിയുമാണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥവ് ആൻഡ് ശിവകാമി ഓൺ സ്റ്റേജ്. മിനുടാ, എന്തോ ഇത് അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്. കാരണം 2 പേര്, 2 voices ബട്ട് 1 vision. ഇവർ 2 പേരുടെയും കാഴ്ച എന്ന് പറയുന്നത് 2 ഔട്ട്സ്റ്റാൻഡിങ് ഗ്ലോറിയസ് ടാലൻസ് എന്നുള്ളതാണ്. അതെ. അപ്പൊ നമ്മള് അത്രത്തോളം സ്നേഹിക്കുകയാണ് അല്ലേ ഇവര് 2 പേരെയും. ഇതുവരെയുള്ള പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കാം. പാർത്ഥിവ് കുട്ടന്റെ, നമ്മുടെ കുട്ടുമണിയുടെ പ്രത്യേകമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശിവകാമി കുഞ്ഞാണെങ്കിൽ നമ്മളെയൊക്കെ കരയ്ക്കാൻ ഭയങ്കര പിടിക്കുക. ഓരോ പ്രാവശ്യം പാടുമ്പോഴും ഇങ്ങനെ ഇരുന്ന് കരയുക തന്നെ. എന്താ വെച്ചാൽ അത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. എത്ര പേരാണെന്നറിയാം എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. ശിവകാമി കുഞ്ഞിനോട് പറയണം, നമ്മുടെ കുട്ടുമണിയോട് പറയണം, എത്ര നന്നായിട്ടാണ് പാടണേ, മക്കൾ എത്ര നന്നായിട്ട് പാടണേ. ഇങ്ങനെ ഒരു ലൈല സയ്യിദ് ചേച്ചിയുണ്ട്, അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദിവസവും
നമ്മുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് അയക്കും. എല്ലാ ദിവസവും കേട്ടോ, എല്ലാ ദിവസവും ഒരു ചെറിയ എസ്സേ പോലെ എനിക്ക് അയക്കും. ശരിക്കും ലൈല ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം കൊടുക്കണം. അതെ, ഞങ്ങളുടെയും ആർഡൻ ഫാനാണ്. അതെ, ദിവസവും ഫ്രാൻസി ഒരൊറ്റ ദിവസം പോലും മാറില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം രണ്ടും കൂടെ ഇട്ടിട്ട് പറയും, ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെയുള്ള മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആരാധകർ ഉണ്ട് നമുക്ക് ടോപ്പ് സിംഗറിന്. അത് വലിയ നമുക്ക് ഫ്ലവേഴ്സിനും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാ? അതിൽ ഒരു റീസണാണ് കുട്ടുമണി, അതിൽ വേറൊരു റീസണാണ് നമ്മുടെ ശിവഗാമി. ഏത് പാട്ടാ പാടാൻ പോന്നേ? ഓ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങും ഇടമായോ. കറക്റ്റാ? യെസ്. ഈ പാട്ടിനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇത് എന്റെ പ്രിയപ്പെട്ട ബ്രദർ ശരത്തിന്റെ പാട്ടാണെന്നുള്ളതാണ്. an outstanding music composer. എന്നെ ഇടയ്ക്കിടയ്ക്ക് തടിയാന്ന് വിളിക്കുന്നത്. തടിയാന്ന് വിളിക്കാൻ പറ്റില്ല, അത് പണി കയ്യിൽ വെച്ചിരുന്നാ മതി. എന്നെന്താ വിളിക്കാന്നറിയോ? എടി ഫ്രോഡ് ചെയ്ത്. അത് കറക്റ്റ്. ചരിതങ്ങൾ എന്നെ ഏറ്റവും സ്നേഹത്തിൽ വിളിക്കുന്നത് എടി ഫ്രോഡ് ചെയ്ത്. ഒരു ചക്കര ഉമ്മ കേട്ടോ ഇവിടുന്ന്. നമുക്ക് പാട്ട് കേൾക്കാം അല്ലെ? ഒത്തിരി ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും താഴെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടുമണിക്കും ശിവഗാമി കുട്ടിക്കും വോട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമണിയും താരളം തെന്നലേ, പൊൻപരാഗമിളകും ആടിളം പൂക്കളേ, ആകാശദീപമെന്നുമുണരുമിടമായോ,
ദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളേ ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. മിനുടാ, എന്തോ ഇതൊരു ഭയങ്കര സുഖമായിട്ടുള്ള ഒരു പരിപാടിയായി പോയിട്ടോ. നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് ഇങ്ങനെ രണ്ട് പൂക്കളായിട്ട് അവിടെ നിൽക്കുകയും അവരിങ്ങനെ പതിയെ 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 താനെ വിരിഞ്ഞ് രണ്ട് പൂക്കൾ വിരിയുന്ന സുഖമറിഞ്ഞു, നറുമഞ്ഞുതിരുന്ന ലയമറിഞ്ഞു എന്ന പോലെയായി. അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാൻ ശ്രമിച്ചിട്ടില്ല. അവര് പരസ്പരം ആ പാട്ടിൽ ലയിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് ഗ്രേറ്റ് മക്കളെ. പിന്നെ ബി ഭാസ്കരൻ സാറ് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്ന പോലെ രണ്ട് കൊച്ചാത്മാവുകളെ ഇവിടെ കാണാൻ പറ്റും. ആ രണ്ട് കൊച്ചാത്മാവുകളുടെ ഒറ്റ പാട്ടാണ് ഈ പാട്ട്. സോ 2 souls ബട്ട് 1 heart. ആ രീതിയിൽ ധ്വനിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ രസമായിരുന്നു. രണ്ടുപേരുടെ ചിരി കാണാനായിട്ട് ഞാനിങ്ങനെ കരുതിയിരുന്നു. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പാടുന്നുണ്ട്, പാട്ട് നിങ്ങളോടും ചിരിച്ചു കേട്ടോ. നിങ്ങൾ ഒരുപാട് ഇടത്ത് പാട്ടിനോടും ചിരിച്ചു. അങ്ങനെ മൊത്തം ചിരി. അതുകൊണ്ട് എൻ്റെ ഉള്ളിലൊരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന കേൾക്കുമ്പോൾ. മാത്രമല്ല ഹാപ്പിനെസ് മാത്രമല്ല, ഒരു അഭിമാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയല്ലോ, ഈ സ്റ്റേജിൽ എത്തിയല്ലോ, അവര് അഭൂതപൂർവമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അവർ കാട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അച്ഛന്റെയോ അമ്മയുടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൂപ്പൻ എന്ന് പറയേണ്ടി വരും, ഒരു അപ്പൂപ്പന്റെ സ്നേഹവും സന്തോഷമാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നന്നായി. പിന്നെ രണ്ടുപേർക്കും ഇന്നത്തെ പെർഫോമൻസിൽ ഒരു മിക്സ് ബാഗ് ആണ് കേട്ടോ. ശ്രുതി ചേരാതെ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. നന്നായിട്ട് ശിവകാംസ് ശ്രുതി ചേർക്കുമ്പോൾ അവിടെ കുട്ടുമണി അടുത്ത ശ്രുതി ചേരില്ല. കുട്ടുമണി നന്നായിട്ട് ശ്രുതി ചേർക്കുമ്പോൾ ശിവകാംസിന് ശ്രുതി ചേരില്ല. അപ്പൊ ഇങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതി ചേരാതെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു സോളോ നമ്മളോട് ചോദിക്കുന്ന എന്താണ്, ഞാൻ ആരാണെന്നാണ്. അപ്പൊ ഞാൻ സെൻട്രിക് ആണത് അല്ലെ, എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ഞാൻ ആര് എന്ന്. പക്ഷെ ഡുവറ്റ് ആണെങ്കിൽ ചോദിക്കുന്നത് നമ്മൾ ആരാണെന്നാണ്. അപ്പൊ നമ്മൾ ഒന്നാമതാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. നമ്മുടെ ഇന്ത്യയെ പോലെയാണ് കേട്ടോ. രണ്ടാൾക്കാര് രണ്ട് രീതിയിലുള്ള സംഗീത കാഴ്ചകളുമായിട്ട് വരുന്നു, പക്ഷെ പാട്ടിൽ അവരൊന്നാവുന്നു. ആ ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ കുട്ടുമണി പാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ 2 ലൈൻസ് തന്നെയാണ്. ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ എന്നും ഉണരുമിടമായോ. അത് നന്നായിട്ട് പാടി കേട്ടോ. അത് ദാസാറിനെ ഒപ്പി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിക്കുന്നത് ആ ആയോ എന്ന് ചോദിക്കുന്നതിന് പുതിയ പുതിയ അർത്ഥങ്ങൾ അദ്ദേഹം പാടുന്നതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഭയങ്കര ചെറിയ മൈന്യൂട്ടാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമ്മുടെ കുഞ്ഞു പാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണത്തിന്റെ ഇന്നലെ പെയ്ത മൊഴിയും ഇലകളും ഇലയും ഒരു പൂമുളം കാട് പോലും എന്ന് പാടിയില്ലേ. അവിടെ ചിത്രചേച്ചിയുടെ എന്തൊക്കെയോ ഒരു ഫ്രീക്വൻസി അവിടെ വന്നു കേട്ടോ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരുടെ വോയിസ് ഭയങ്കര മെലോഡിയസ് ആയതുകൊണ്ട് അതിന്റെ ഒരു രസമുണ്ടായിരുന്നു. ഈ തുടക്കത്തില് ആകാശദീപമെന്നും ഉണരുമിടമായോ ഇത് പാടുന്നില്ലേ, അത് കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടണം എന്ന് തോന്നുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇടയിലെ പല്ലവിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ നാം ഉണരുമ്പോൾ എന്ന് പറഞ്ഞോട്ട് എന്താവണം, ഒരു ടേക്ക് ഓഫ് ആയിരിക്കണം. അവിടെ പിന്നെയും ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തിരിക്കാൻ എടാ, ഒരൊറ്റ ടേക്ക് ഓഫ്, ഒരു റോക്കറ്റ് പോലെ പോണം. അതെന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് ശരത്ത് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒന്ന് പാടാമോ, കുറച്ചും കൂടെ ഒരു വൈബ്രന്റ് ആയിട്ട് ഒരു വൈബില് പാടറേ. അത് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടും.
ആ ഇപ്പൊ നന്നായി കേട്ടോ. കംസ് അതുപോലെ പാടൂ. ആ ആ സ്ട്രെയിൻ, ചെറിയ സ്ട്രെയിൻ ഉണ്ട്, Strain ഉണ്ട്. കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പാടിയപ്പോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം. അപ്പൊ ഡൈനാമിക്സ് അത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൈതപ്പർ സാർ ഇത് എഴുതിയിരിക്കുന്നതാണ്. ആ ഈണത്തിന് ഒരു ലെങ്തി ഫ്രേസ് ആണ് എഴുതിയിരിക്കുന്നത്. ആകാശദീപം എന്നും ഉണരുമിടമായോ എന്നുള്ളത് ഒന്നിച്ചാണ് വരുന്നത്. താരാഗണങ്ങൾ കുഞ്ഞിറങ്ങുമിടമായോ എന്നുള്ളത്. അപ്പൊ ഇത്രയും വെൽ നിറ്റാണ് അത്. കൈതപ്പർ സാറിന് ഭയങ്കര ഒരു കൈയടി കൊടുക്കണം. ഒരു ഒറ്റ ഫ്രേസിൽ ആ കംപ്ലീറ്റ് ട്യൂണ് അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ആകാശ ദീപം ഇവിടെ എന്നും ഉണരുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് തന്നെയാണ് അങ്കിള് വിശ്വസിക്കുന്നത് കേട്ടോ. ആൻഡ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര ഒരു ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ടാളുടെയും ഒരു കോമ്പിനേഷൻ ഓഫ് വോയിസ്. ഭയങ്കര ക്യൂട്ട് കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തതിന് ഒരു ഹാറ്റ്സ് ഓഫ്. രാഘു 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 ആൻഡ് സെലക്ട് ചെയ്ത പാട്ട് നമ്മുടെ അണ്ണാച്ചിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസ്. ആൻഡ് ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടനും ചിത്രയും അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ഈ കുഞ്ഞു കുരുന്നുകളാണ് എടുത്ത് പാടുന്നത്. അപ്പൊ അത് നമ്മളൊരു ഭയങ്കര കൗതുകത്തോടു കൂടി കാണുന്നു. പക്ഷെ എനിക്ക് തോന്നി രണ്ടുപേരും നല്ല ശ്രദ്ധിച്ച് പാടി. പക്ഷെ എങ്ങനെയൊക്കെ പാടിയാലും നമുക്ക് ഓൺ സ്റ്റേജ് പാടുന്ന സമയത്ത് കുറച്ചൊരു ഫൈൻ ട്യൂണിങ് ഇഷ്യൂസ് വരും. അത് ഡെഫിനറ്റ്ലി വന്നിരിക്കും. പക്ഷെ ഇന്നും അതുണ്ടായി. കാരണം വല്ലാതെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടാണെന്ന് അറിയില്ല, പല സ്ഥലത്തും ചെറിയ 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 ഫൈൻ ട്യൂണിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില ഔട്ട്സ്റ്റാൻഡിങ് സാധനങ്ങൾ എനിക്ക് കിട്ടിയത് ശിവകാമിക്കുട്ടി അവസാനത്തെ പല്ലവിയിൽ ഒരു സാധനം പാടിയത് ഒന്ന് പാടൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് കുട്ടുമണി ഈസ് ഓൾസോ 2-3 സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടി. അപ്പൊ ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് യു. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. കാണാനും കേൾക്കാനും മനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ. എന്തോ കണ്ടോ വെളിയിൽ മഴ പെയ്യുന്നുണ്ടേ. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. കാരണം ഇവിടെ പാടി മഴ പെയ്യിപ്പിച്ചു. അത് ശരിയാട്ടോ, പാട്ട് പാടുന്നതിന് മുന്നേ വരെ ഇല്ലായിരുന്നു മഴ. പാടി തുടങ്ങിയപ്പോഴത്തേക്ക് മഴ വന്നു. അപ്പൊ ആരാ പാടി മഴ പെയ്യിപ്പിച്ച്? രണ്ടുപേര്, 2 യുവമിഥുനങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്. പക്ഷേ അത് ക്യാപ്റ്റന്റെ അടുത്തും കൂടെ ചോദിക്കണം. എന്താ വെച്ചാ 2 പേർക്കും 1 മാർക്കല്ല 2 മാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ക്യാപ്റ്റൻ എന്താണ് അഭിപ്രായം? അത് കറക്റ്റ് ആണ്. 100% യോജിക്കുന്നു. 100% യോജിക്കുന്നു. യോജിക്കുന്നുണ്ടോ? പക്ക. യെസ്. അപ്പോ കുട്ടുമണിക്കുട്ടൻ ആൻഡ് ശിവകാമിക്കുട്ടി നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സെലക്ഷൻ. രണ്ടുപേരുടെയും റേഞ്ചിന് ഒത്തിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്ത പോലെ തോന്നി. രണ്ടുപേരും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തില്ല. രണ്ടുപേർക്കും കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റിയ പോലെ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഗുഡ് സെലക്ഷൻ. പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയാ, രണ്ടുപേരും ക്യാരക്ടർ വൈസ് ഭയങ്കര വ്യത്യാസമുള്ള ആൾക്കാരാണ് അല്ലേ? നല്ല വ്യത്യാസമുള്ള ആൾക്കാരല്ലേ? പക്ഷെ അതെ, ആ കോൺട്രാസ്റ്റ് പക്ഷെ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ മാഞ്ഞ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്ന് പാടിയത് നല്ല സൂപ്പർ ആയിരുന്നു. അതാണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. MJ സാർ പറഞ്ഞതുപോലെ പാട്ട് പാടുമ്പോഴത്തേക്കും നമ്മളെ മറന്നിട്ട് ഒറ്റ ഒരു പാട്ടിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് അത് പെർഫോം ചെയ്തത് വാസ് സൂപ്പർ. ഓക്കെ കുട്ടുമണിക്കുട്ട, ആകാശദീപം ആ ഗാ അല്ല, പലപ്പോഴും ഗാ എന്നാണ് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നത്. കാ ആണ് വരുന്നത് കേട്ടോ. ശിവകാമിക്കുട്ടി അടിപൊളിയായിട്ട് പാടി. രണ്ടുപേരും പിച്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുട്ടുമണിക്ക് ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്ന പോലെ തോന്നിയത് അനുപല്ലവിയില് ഫസ്റ്റ് ലൈൻ പാടിയപ്പോഴത്തേക്കും ചെറിയൊരു ബ്രെത്ത് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ഒരു ടഫ് പാട്ടായതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാ, ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ കുട്ടികള് നല്ല ചാലഞ്ചിങ് സോങ്സ് എടുക്കാൻ റെഡി ആയിട്ട് വരികയാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് സോങ് ആക്ച്വലി ഓൺ സ്റ്റേജ് പാടാൻ. മാത്രല്ല അത് അറിയാം അടുത്ത സ്റ്റേജിലെത്തി, അതെ അപ്രീഷിയേറ്റ് ചെയ്യണം. യെസ്, അടുത്ത സ്റ്റേജിലെത്തി കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും കേട്ടോ. അപ്പം ബ്യൂട്ടിഫുൾ ആയിരുന്നു രണ്ടുപേരും. ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുട്ടുമണി, ഷോ കംസ്
2 ഡിഫറെന്റ് മാർക്സ് ആണ്. തരട്ടെ? കുട്ടുമണിക്ക് ഒരു 97.75 100. ഓക്കെ, ശിവകാമി കുട്ടി ആര് പറയണം? ആര് പറയണം? ഞാൻ പറയണം. വളരെ വ്യത്യസ്തമായ 2 മാർക്കാണ് രണ്ടുപേർക്കും. അപ്പോ ശിവകാമി കുട്ടിക്ക് 97.75 ഔട്ട് ഓഫ് 100. ഓ ഭയങ്കര വ്യത്യാസമായി പോയി. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളം. അതെ. അപ്പൊ 2 പേർക്കും ഒരേപോലത്തെ മാർക്കൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ? വേറെ വേറെ മാർക്കൊക്കെ വരാം. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരുപോലത്തെ മാർക്ക് കിട്ടി. ഹാപ്പി ആണോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ടാറ്റ. അടുത്ത പെർഫോമൻസിൽ കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ഉണ്ണിയങ്കിൾ, യെസ്. ഇനി വരാൻ പോകുന്നത് ഒരു കുട്ടി കുറുമ്പനാണ്. നമ്മൾ അതെ, നമ്മൾ ചില കാർട്ടൂണിലൊക്കെ പറയൂലേ, ചില വലിയ ആനക്കുട്ടികളെ കാണുമ്പോ ഒരു കുട്ടി കുറുമ്പൻ ആന വരുന്നു. അതുപോലെയുള്ള നമ്മളെല്ലാരും കുറച്ച് കരുതിയിരിക്കേണ്ട ഒരാളാണ് വരാൻ പോകുന്നത്. ഭയങ്കര ഉഷാറായിട്ടിരിക്കണം എല്ലാരും. ഓക്കെ, കൊമ്പനാണ്, ഒരു കൊമ്പനാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നവനീത് കുട്ടൻ ഓൺ സ്റ്റേജ്. ഇതാരാ മുടിയൊക്കെ വെട്ടിയത്? ബാർബർ ഷോപ്പിലെ അങ്കിള്. ഇതാരാ ഈ ഡിസൈൻ പറഞ്ഞു കൊടുത്തത്? എന്റെ അച്ഛൻ. റൊണാൾഡോ സ്റ്റൈലാ? റൊണാൾഡോ ഒക്കെ പോയത് ഞാൻ അറിഞ്ഞു. ഞാൻ കരച്ചില്ലേ. അയ്യോ, കരഞ്ഞോ? കരഞ്ഞോ? റൊണാൾഡോ എവിടെ പോയി? വിരമിച്ചു പോയി. വിരമിച്ചു. പോർച്ചുഗൽ എവിടെ പോയി? പോർച്ചുഗല് പോയിട്ടില്ല. പോർച്ചുഗൽ പോയിട്ടില്ല. അതൊരു കൺട്രി ഇല്ലേ അങ്കിളെ? അത് പോയിട്ടില്ല. അതുപോലത്തെ മനസ്സിലായോ? കൺട്രി ഒട്ടും ഒട്ടും പോകത്തില്ല. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാണ്. അതും പോയി. അതും പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ? ഞാൻ അർജന്റീനയാ. അപ്പൊ ഞാൻ കാര്യം മാറി അർജന്റീനയിലേക്ക്. ഓക്കെ, വാമോസ്. ഫ്രാൻസിലോട്ട് ചേർന്നു. ഫ്രാൻസിൽ എംബാപ്പ ഉണ്ട്. ഓ, അതാണ് പെട്ടെന്ന്. ഞാൻ അങ്ങോട്ട് ചാടട്ടെ? ചേർന്നോ? ഞാനും നവനീതനും ഒരേ കളത്തിൽ. ഒരേ സമയം 3 ടീമിലാ കയറിയത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോട്ട് എന്ന് പറയുന്നത് മെസ്സി തന്നെ. അതാണ്. ഞാൻ റൊണാൾഡോനെ പറ്റത്തില്ല. സോറി, നവനീത് റൊണാൾഡോയ്ക്ക് വോട്ട് ചെയ്യൂ. റൊണാൾഡോയ്ക്ക് വോട്ട് ചെയ്യാനായി താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാരും വോട്ട് ചെയ്യണേ. ലോകം മൊത്തം ഫാൻസ് ഉള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു രക്ഷയില്ല. നമ്മുടെ ഗോട്ട്. അതെ. നവനീത് എത്ര ആൾക്കാരെ പറയണേ? ആരെങ്കിലും വിളിക്കാറുണ്ടോ ഫാൻസ് ഒക്കെ? ഇല്ലേ, ആരും വിളിച്ചില്ലേ? മെസ്സേജ് ഇടാറുള്ളൂ. മെസ്സേജിൽ എന്ത് പറഞ്ഞു? മെസ്സേജിൽ പറയുന്നത് എന്റെ അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മയാണ് മെസ്സേജ് പറയണത്. മെസ്സേജില് നല്ല അഭിപ്രായം. അവന് പ്രേക്ഷകർ കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് ടെൻഷൻ വരുമ്പോ നവനീതിന്റെ വീഡിയോ എടുത്തിട്ട് ചിരിക്കും. നവനീതിന്റെ പാട്ട് പറയാറുണ്ടെങ്കിൽ പോലും എല്ലാവരും അവന്റെ കോമഡി, അവന്റെ റിലാക്സേഷന് വേണ്ടി നവനീതിന്റെ വീഡിയോ കാണുന്ന കുറെ ചിരിക്കാൻ വേണ്ടി കുറെ പ്രായമുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് എപ്പോഴും ഇവന്റെ കാര്യങ്ങൾ ചോദിക്കാറ്. ഇവന്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു തെറാപ്പിയാണ് ശരി. അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. പ്രൗഡ് പേരൻസ് ആണല്ലേ? ഒത്തിരി സന്തോഷം സാർ. ഒത്തിരി. കൺമണി പറഞ്ഞല്ലേ എനിക്കന്ന് പനി വന്നു. അത് ആ പനി വന്നപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോ ഞാൻ സ്വപ്നത്തിൽ എന്താണെന്നറിയോ കണ്ടത്? ഞാൻ പറക്കുന്നത്, പിന്നെ ഞാൻ നീന്തുന്നത്, ഒരു വലിയ ഷാർക്കിന്റെയും ബ്ലൂ വെയിലുടെയും കൂടെ നീന്തുന്നത്. ഇതൊക്കെയാണ് കണ്ടത്. പിന്നെ ഞാൻ ബ്ലൂ വെയിലുടെ പൊക്കത്ത് കയറിയിരുന്നു, വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നത്. അല്ല, എന്നിട്ട് ഷാർക്ക് ഒന്നും ചെയ്തില്ലേ? ഷാർക്കൊന്നും ചെയ്തില്ല. ഷാർക്ക് ഞാൻ കാണിച്ച അപ്പൊ പേടിച്ച് ഒരു പൂച്ചേനെ പോലെ ഇരിക്കും ഷാർക്ക്. ഓ, എന്ത് തന്നെ സ്വപ്നല്ലേ? സ്വപ്നം. അതെ. ഇന്ന് പാട്ട് പാടാൻ വല്ല താല്പര്യമുണ്ടോ? ഏതാ പാട്ട്? പണിഷ്മെന്റോ? ആർക്ക്? ഓ, പാട്ടിന്റെ പേരാ അത്. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാ? വേർഡ്സ് എങ്ങനെയാ? പണിഷ്മെന്റ്. ഓ, അതാണ്. പിന്നെ ഞാൻ പേടിച്ചു കേട്ടോ. ഒരു സർപ്രൈസ് കാണിച്ചു. സർപ്രൈസ്. ഇത് വെറും പാട്ടല്ല, ഇതൊരു സംഭവമാണ്. ലൈറ്റ് വിത്ത് പാട്ട്.
ഏതോട്ടാ പറയാൻ പറ്റോ? അതല്ലേ? ജനുവരിയിൽ വിരിയും. കാണിച്ചു കൊടുക്ക, ഇങ്ങനെ കാണിച്ചു കൊടുക്ക. ഇതിനകത്തേക്ക് ഇതിന്റെ കൂടെ എനിക്ക് പാടായിപ്പോ. പാടാൻ പറ്റുമോ നോക്കട്ടെ? ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ ഹിമമഴയിൽ നനയുമോ മെഴുകുപോലൊഴുകുമോ ശലഭമായി ഉയരുമോ ശിശിരമായി പടരുമോ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ. അതിനൂടെ പറ, അത് കേട്ടില്ലല്ലോ. കേൾക്കാൻ പറ്റിയില്ല. അത് കേൾക്കാൻ പറ്റിയില്ല. ഒറ്റ മൈക്കല്ലേ അത് ഉള്ളൂ. 2x പോവായിരുന്നു അത് പാട്ട്, അതുകൊണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. ആണ്. ഒറ്റ പാട്ടായിരുന്നു. അതെ. അപ്പൊ ഇന്ന് പാട്ടൊരു പണിഷ്മെന്റ് ആണ്. അതെ. Yes. അപ്പൊ പണിഷ്മെന്റ് തന്നോളൂ. ഉണ്ണിയക്കൾ ആ. പാട്ട് കേൾക്കാൻ റെഡിയാണോ? ഞാൻ എപ്പോഴും റെഡി ആയിരിക്കാം. റെഡി ആയതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്നാ കേൾക്കാം പാട്ട് പാട്ട് നോക്കി. കേൾക്കാം. Okay. Yes. All the best. താങ്ക് യു. പണിഷ്മെന്റ് പണിഷ്മെന്റ് അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് ജനിച്ചു പോയത് പണിഷ്മെന്റ് വളർന്നതും ഒരു പണിഷ്മെന്റ്.
എന്നോട് പറയാതെ വയ്യ. ആ പല 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 പണിഷ്മെന്റ്. അതിൽ ഈ പാട്ടും ഒരു പണിഷ്മെന്റ്, ആണോ? കേൾക്കുന്നതും ഒരു പണിഷ്മെന്റ്. ഈ പാട്ട് കേൾക്കുന്ന ഒരു പണിഷ്മെന്റ് ആണോ? അല്ല അല്ല, എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ തോന്നിയ മൈൻഡിനോട് ചോദിക്കും, മൈൻഡിനോട് എന്താ ചെയ്യണ്ടേന്ന്. മൈൻഡിനോട് ചോദിക്കണം. മൈൻഡിനോടൊന്ന് ചോദിക്ക്. എന്ത് ചെയ്യണം? മൈൻഡിനോട് ചോദിച്ചാ കാക്കയപ്പം എന്ത് ചെയ്യും? കാക്ക തൂറിയിടൂലേ നമ്മുടെ വീട്ടില്? എല്ലാം അങ്ങനെ മൈൻഡിനോട് ചോദിക്കാൻ പറ്റത്തില്ല. ആണോ? ചില നമ്മൾ മൈൻഡിനോട് ചോദിക്കാൻ മൈൻഡ് പറയാതെയും ചില കാര്യങ്ങൾ നടക്കും. നിന്നുട്ടാ എന്തോ ഇപ്പൊ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ആണോ? അതെ, അതിനെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ചെയ്തോ ഇങ്ങനെ കണ്ടക്ടിങ്, പരേഡിങ്, സല്യൂട്ടിങ്. അല്ല, ഇങ്ങനെ 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 മറ്റേ പല 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 പണിഷ്മെന്റ്. ഓ അങ്ങനെ പാടിയാലേ കിട്ടുള്ളൂ അല്ലേ? പല 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 നല്ല പാടിയ പല 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 ആണോ? അങ്ങനെ. ഇത്രയും നല്ല മ്യൂസിക് ഡയറക്ടറായ MT അങ്കിളിന് ഇത്ര പോലും പാടാൻ പറ്റില്ലേ? അയ്യോ, ഒട്ടും അറിഞ്ഞൂടാ. ആഹാ. എന്നിട്ട് എങ്ങനെ ഒരു പാട്ട് MT അങ്കിള് പാടിയത്? ഏയ് ഞാൻ പാടിയതല്ല, വേറെ ആള് പാടിയിട്ട് ഏലും എന്റെ പാട്ടാക്കിയതാണ്. അല്ല, AI ആ? അതെ അതെ അതെ, എനിക്ക് Full ഞാൻ AI ആ. ഫയലൊക്കെ കണ്ടിട്ടുണ്ട്. ഫുൾ AI ആ. ഫുൾ അതിന് പണ്ടൊന്നും AI ഉണ്ടായിരുന്നില്ലല്ലോ 2020-ലൊക്കെ. 2020. അതാണ് അവന്റെ പണ്ട്. അതാണ് പണ്ടല്ലേ? 2020 കാലം. പിന്നെ 1900 എന്നൊക്കെ പറയുന്ന വർഷത്തിലൊക്കെ ഒരു AI പോലും ഇല്ല. എല്ലാം ഉണ്ടായിരുന്ന പൈസ- നമ്മള് തന്നെ ചെയ്യണം. പൈസ കൊടുത്ത് വാങ്ങിയായിരുന്നു. എല്ലാം നമ്മള് പൈസ കൊടുത്ത് വായിക്കാൻ AI ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് 2000-ലെ വാങ്ങിയതൊക്കെ. വാങ്ങിച്ചു. നമ്മളിത് പണ്ടേ അങ്ങനെയാണെങ്കിൽ വിട്ടതാണ്. ഞാൻ ചൈനന്ന് വാങ്ങിക്കേണ്ടതല്ലേ ആ. പണ്ടേ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാനല്ലാതെ വേറൊരു കൊച്ചു ഇവിടെ ഉണ്ടാവില്ലേ? അതാണ്. കൊച്ചുണ്ടോ? അച്ഛനും AI മേടിച്ചിരുന്നെങ്കില് അതെ. ഇവിടെ എന്നെ പോലെ ഒരു കൊച്ചു വേറൊരെണ്ണം ഇവിടെ ഡിസ്പ്ലേ ആവില്ലേ? അത് ഭരണിയതല്ലേ പറഞ്ഞ കൊച്ച്. അതെ, എവിടെയോ ഇത് പറഞ്ഞില് ഇത് വെച്ചല്ല, കഥ ചെറുതായിട്ട് കടയില് മാറിയിട്ടുണ്ട്. ഇത് കഥ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇത് AI-യിൽ നിന്ന് ഇത് വേറെ റൂട്ട് തിരിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് അടുത്തൊന്നും നിൽക്കില്ല. എത്തി, അവിടം വരെ എത്തി. അത് നമുക്ക് പാട്ടിലേക്ക് തിരിച്ചു വരാം. അത് ഏറ്റവും നല്ലത്. എങ്ങനെ ഇത് ഉണ്ടായിരുന്നു ഈ കഥ punishment? മാറിപ്പോണു അല്ലേ? അതെ, ഞാൻ ആദ്യം വിചാരിച്ച പണിഷ്മെന്റ് ആയിരിക്കുന്നതാണ്, പക്ഷെ ഈ പാട്ടിൽ നമ്മൾ കലക്കിയത്. ജനിച്ചു പോയത് പണിഷ്മെന്റ്, വളർന്നതും ഒരു പണിഷ്മെന്റ്, പഠിച്ചതും പണിഷ്മെന്റ്, ജോലി ലഭിച്ചു അതിലും പണിഷ്മെന്റ്. നവനീതോടെ എന്ത് ചെയ്താലും അതിന് അവന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. ഉണ്ട്. അതാണ്. എനിക്കിപ്പോ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ സീസൺ കഴിഞ്ഞാൽ നവനീതോടനെ എങ്ങനെ കാണും, എങ്ങനെ പാട്ട് കേൾക്കും? എന്തിവിടെ അതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഭയങ്കര അങ്കിളും ആര്യ ചേച്ചനും ഉണ്ണിയങ്കിളും മധുവങ്കിളും ഒന്നും മറക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോ കരയും. പിന്നെയല്ലേ നിങ്ങളെ ഞാൻ എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കുക. ക്ഷണിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തരണം. ബിരിയാണി ഇഷ്ടം പോലെ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പൊറോട്ട പൊറോട്ട കൊറേ ഉണ്ട്. കൊറേ ഉണ്ട്. കൊറേ എല്ലാ ഉണ്ട്. വിഭവങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് റിയാൻ കുട്ടനെ കൂടെ വിളിക്കാം. പൊറോട്ട ഉണ്ട്. അറിയാൻ പൊറോട്ടയും ചിക്കൻ ഇഷ്ടമാണ്. ലതാമ്മയുടെ കിടിലൻ മീൻ കറി. ലതാമ്മയുടെ ലതാമ്മയുടെ പോയി ഇന്ന് കണ്ടില്ലല്ലോ. എന്റെ അമ്മൂമ്മക്ക് പനിയാ. പനിയാ. പിന്നെ എനിക്ക് പനി പിടിച്ച എന്റെ അമ്മക്ക് കിട്ടി, അമ്മക്ക് കിട്ടി, അത് അച്ഛന് കിട്ടി, അച്ഛന് കിട്ടി, അത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടി. ഉണ്ണിച്ചേട്ടാ പണിഷ്മെന്റ് കിട്ടിയാ? യെസ്, എൻജോയ് ചെയ്തു പനിഷ്മെന്റ്. പക്ഷെ അത് രസം എന്താ വെച്ചാൽ അവന്റെ ഇമാജിനേഷൻ നോക്കുക. പാട്ട് പാടുന്ന സമയത്ത് പരേഡിങ് ഉണ്ട്, സല്യൂട്ട് ഉണ്ട്. അതിലിടയ്ക്ക് മൂപ്പര കിളിയൊന്ന് പോയി. ആ മറ്റേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ആദ്യം സ്പീഡിൽ വന്നേ ടെമ്പോന്റെ പകുതി സ്പീഡിലായി സ്റ്റെപ്പ്. അതെന്താ പറ്റിയത്? അത് സ്ലോ സ്ലോ മോഷൻ ആയി സ്ലോ പോയി മോഷൻ. പെട്ടെന്ന്. അതെ, ഇത് സ്ലോ മോഷൻ എങ്ങനെ കാണിക്കും? സ്ലോ മോഷൻ കുറച്ചുകൂടി സ്ലോ മോഷൻ ആവട്ടെ. ഇങ്ങനെ ഇങ്ങനെ ഓടുമ്പോ ഇങ്ങനെയല്ലേ സ്ലോ മോഷൻ? അതെ. സാധാരണ നമ്മള് നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഓപ്പോസിറ്റ് ഹാൻഡും ഓപ്പോസിറ്റിലേക്കല്ലേ? ഇതങ്ങനല്ലോ, ഒറ്റക്കാലം ഒറ്റക്കായി നടന്നോണ്ടിരിക്കുക. ഇങ്ങനെയാണ് അതിന്റെ സ്ലോ മോഷൻ. അതാണ് സ്ലോ മോഷൻ. എന്തായാലും ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഭയങ്കര ഇഷ്ടമായി. നന്നായി പാടി, നന്നായി പെർഫോം ചെയ്തു, നന്നായി സംസാരിച്ചു. അടിപൊളി. ഇത്രയും പണിഷ്മെന്റിന്റെ ഒരു പാട്ട് പാടിയില്ലേ, വലിയൊരു പണിഷ്മെന്റിന്റെ പാട്ട്. നവനീത് ഊട്ടൻ എപ്പോഴെങ്കിലും പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടോ?
കൊറേ അത് ദിവസം കിട്ടിയിട്ടുണ്ട്. കിട്ടാം. കൊറേ കിട്ടിയിട്ടുണ്ടോ? ചെറുപ്പത്തില് ചെറുപ്പത്തിൽ ആ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മ എന്താ? പ്രീ പണിഷ്മെന്റ് കെ ജിയിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ആ. ഞാൻ എന്താ സ്കൂളില് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ. അപ്പൊ ആ സമയം ജാൻസി മിസ് എന്ന് പറഞ്ഞ മിസ്സായിരുന്നു ഞങ്ങളുടെ ടീച്ചർ. ഉം. ഞാനും ധ്രുവനും ആയിരുന്നു ഫ്രണ്ട്സ്. ആ. അപ്പൊ ഞങ്ങള് തമ്മിലൊന്ന് അത്യാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അത്യാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. തമ്മിലൊരു കാര്യം അപ്പൊ അപ്പൊ ജാൻസി ടീച്ചർ വിചാരിച്ചു ഇവര് തമ്മിൽ സംസാരിക്കുവാണെന്ന് പഠിക്കാതിരുന്ന. ഇത് അത്യാവശ്യ കേസായിരുന്നു. എന്നിട്ട് എന്നെ നന്നായി വഴക്ക് പറഞ്ഞു. നന്നായി. അയ്യോ, പിന്നെ ഞാൻ ആ സ്കൂളിൽ കാല് കയറ്റിയിട്ടില്ല. പിന്നെ സ്കൂളിൽ പോയില്ലേ? ആ സ്കൂളിലല്ല പോകുന്നത്, ഞാൻ അവിടുന്ന് സ്കൂള് മാറി. നവനീതൂട്ടന്റെ കുട്ടിക്കാലം കൊള്ളാല്ലേ? അതെ അതെ, ഒരു വെറൈറ്റി കുട്ടിക്കാലം. വളരെ 19 വെറൈറ്റി വർഷം മുമ്പേ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതെ. എന്തായാലും നവനീതൂട്ട ഇന്ന് കലക്കി. താങ്ക് യു മിടുക്കനായിട്ട് പാടി. എനിക്ക് ആ താങ്ക് യു. മാർച്ച് പാസ്റ്റിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അതെ. പിന്നെ ഒരു സല്യൂട്ട്. പിന്നെ ഇടയ്ക്ക് ആ സ്ലോ മോഷനിൽ ഒരു റോബോട്ട് നടന്ന പോലെ ഇങ്ങനെ നടന്നില്ലേ, അതെ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു ഹോയ് ഇട്ടല്ലോ, ഒരു ഹോയ്. ആ സൂപ്പർ ആയിരുന്നു അത്. താങ്ക് യു. നല്ല സൂപ്പർ ഹോയ് ആയിരുന്നു. അനുപല്ലവിയിലും ചരണത്തിലും ഓരോ ഹോയ്. അകലുന്നതും ഒരു പണിഷ്മെന്റ്, അകലുന്നതും ഒരു പണിഷ്മെന്റ്, കൊതിക്കുന്നതും ഗർഭം വിതയ്ക്കുന്നതും ഒരു പണിഷ്മെന്റ്, ഒരു പണിഷ്മെന്റ്. മിടുക്കനായിട്ട് പാടി. ഓക്കെ, യു ആർ എ സൂപ്പർ ഹീറോ. താങ്ക് യു. യെസ്, ഓൾ ദി ബെസ്റ്റ്. പാർട്ട് അങ്ങനെ ഒരു നവനീതൂട്ടനൊരു മധുരമഴ. പരിശുദ്ധ സ്നേഹത്തിൻ വാടികൾ വാടുന്നു ചിരിക്കുന്നതും ഒരു punishment. പരിശുദ്ധ സ്നേഹത്തിൻ വാടികൾ വാടുന്നു ചിരിക്കുന്നതും ഒരു punishment. കരയുന്നതും ഒരു punishment. കരയുന്നതും punishment. എഴുതുന്നതും സത്യം. ആര്യ ചേച്ചി, യെസ് മീനു. ഇനിതേ നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ്. ജഡ്ജസ് ചോയ്സിൽ പാടാനായിട്ട് എത്തുന്നത് നമ്മുടെ ജനീലിയ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജനീലിയ ഓൺ സ്റ്റേജ്. ഇപ്പൊ ഇവിടുന്ന് ഓടി കളിച്ചു വന്നാണ്. ഹായ് ജനീലിയ കുട്ട. ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല ഹൃദയം ഇല്ല. ഠബാന്ന് കേൾക്കാലോ. അത് അവിടുന്ന് ഇങ്ങനെ ഓടി വന്നോണ്ടായിരിക്കും. അതുകൊണ്ടാ. അപ്പൊ ജനീലിയ കുട്ടി, എന്ത്? ആ നെഞ്ചിടിപ്പ് കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരാളെ വിളിക്കാം. എന്നിട്ട് നമുക്ക് പ്രോഗ്രസ് കാർഡൊക്കെ ഒന്ന് വായിക്കണ്ടേ? ആര്യ ചേച്ചി, വെൽക്കം. ഹായ് മാം. ഹലോ സ്റ്റുഡൻസ്. ഹായ് ജനീല കുഞ്ഞെ. യെസ്, ഒത്തിരി പ്രൗഡാവും ചില കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ. അങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും, ഐ എം സോ പ്രൗഡ് ഓഫ് ദിസ് ഗേൾ. അങ്ങനെ ഒരു കുട്ടിയാണ് ജനീല കുട്ടി. കാരണം ഇത്രയും പെർഫോമൻസസ് ചെയ്തിട്ട് ഏറ്റവും അധികം പ്രോഗ്രസ് കാണുന്നത് ജനീല കുട്ടിയിലാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വോയിസ് ഭയങ്കര ഏറിയായിരുന്നു വന്നപ്പോഴ്. ഇപ്പൊ പാടുമ്പോഴെന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടി, കുറച്ചും കൂടെ എന്താ പറയാ, മോഡുലേഷൻസ് ശരിയായി. അങ്ങനെ ബ്യൂട്ടിഫുള്ളായി ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡായി വരുന്ന ആളാണ് നമ്മുടെ ജനീല കുട്ടി. യെസ്, അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് എങ്ങനെ ഉണ്ടാവും നമ്മുടെ പ്രോഗ്രസ് കാർഡ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, 35 സോങ്സ് ഇതുവരെ പെർഫോം ചെയ്തതിൽ 400 മധുരമഴ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജനീല കുട്ടിക്ക്. യെസ്, കൂടാതെ ഒരു 1 സ്റ്റാർ പെർഫോമൻസും ഒരു 5 സ്റ്റാർ പെർഫോമൻസും ആണ് നമ്മുടെ ജനീല കുട്ടിക്ക്. ഇടയിലൊന്നുമില്ല, ബ്ലാക്ക് ഓർ വൈറ്റ്. മിടുക്കിയാണ് അല്ലേ എം ജെ സർ? ഓരോ 8 പെർഫോമൻസിലും ഒരു 100. യെസ്, അതെ. അപ്പൊ ജനീലിയ കുട്ടി, ഇനി നമുക്ക് അതെ ഒത്തിരി കൂട്ടണം അല്ലേ? ഇവിടെ ഒക്കെ ഫില്ല് ചെയ്യണം. ഈ സ്റ്റാർ ഒക്കെ വെറുതെ കിടക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. 1 സ്റ്റാർ കഴിഞ്ഞപ്പോ തീരുമാനിച്ചു ഇനി 2 സ്റ്റാർ 3 സ്റ്റാർ ഒന്നും വേണ്ട, നേരെ 5 സ്റ്റാർ. ചാട്ടാണ്. അതെ, അതുപോലെ നമുക്ക് വേറൊരു തീരുമാനം എടുക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ജഡ്ജസ് ചോയ്സ് ആണ്, ഒരാളെ ചൂസ് ചെയ്യാ. എന്തുകൊണ്ടാണ് ഇന്ന ആളെ ചൂസ് ചെയ്തതെന്ന് പറയണം. അതും പറയണം. ഓക്കെ, പറഞ്ഞോ. ചൂസ് ചെയ്തോ. എം ജെ സർ. സാർ
പണി കിട്ടി. ഓക്കെ എം ജെ അങ്കിൾ എന്തുകൊണ്ടാ ആദ്യം കണ്ടപ്പോ ഞാൻ അടുത്ത MJ സാർ തന്നെ സിമ്പിള് അതിൽ ആദ്യം കിടക്കുന്ന MJ അതാണോ കാരണം? മാറ്റുന്നുണ്ടെ മാറ്റാം. എം ജെ അങ്കിൾ സാർ അതാണോ കാരണം? ആദ്യം എം ജെ അങ്കിളിനെ ആദ്യം കണ്ടതുകൊണ്ടാണ്. കിടക്കണ ഞാനാണ്. പിന്നെ ആ. പണി തരില്ലെന്ന് തോന്നുന്നുണ്ട് MJ നീ എപ്പിസോഡ് കാണുന്നില്ല അല്ലേ? നീ എപ്പിസോഡ് കാണുന്നില്ല അതാ. ഓക്കെ വെച്ചോ എം ജെ അങ്കിൾ. ജി ബൂംബ മാജിക്കൽ മെലഡീസ്. ആഹാ ഒരു സൂപ്പർ. sigh of relief. സമാധാനായി. മാജിക്കൽ മെലഡീസ് ഇഷ്ടമല്ലേ? ഇഷ്ടം കുറച്ച് ആശ്വാസമായി. അതെ ഏത് പാട്ടാ പ്ലാൻ ചെയ്യുന്നേ? ഒരു പൂ വിരിയുന്ന സുഖം അറിഞ്ഞു. ഓക്കെ ആ പാട്ടിനാണ് പോയി റെഡി ആയിട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടണം, കലക്കണം നമ്മള്. അപ്പൊ ജനീലിയെ കുട്ടി പാട്ട് പാടാൻ പോവാണ്. പാടുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് ജനീലിയെ കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ചക്രി ഓൾ ദ വെരി ബെസ്റ്റ്. ആര്യ ചേച്ചി താങ്ക് All യു. the best, ജനീലിയ കുട്ടാ.
യു. ജനീലെ കുട്ടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയാ? കുഴപ്പമില്ല, ഹാപ്പിയാണോ? അതെ, happy. ചോദിച്ചു നോക്കാവോ നമുക്ക്? ചോദിച്ചോക്കാം. നമ്പർ 1 ആയിട്ട് പാടി. താങ്ക് യു സർ. ആദ്യം ആഹാ, താങ്ക് യു സർ. രണ്ടാമത് ആഹാ, താങ്ക് യു സർ. മൂന്നാമത് ഓഹോ. ഓഹോ. താങ്ക് യു സർ. വളരെ സെൻസിറ്റീവായിട്ട്, അതാണ് ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ. അതാണ് ഒരു സെൻസിറ്റീവ് പോർട്രേയൽ താങ്ക് യു സർ. വാട്ട് എവർ ആർട്ട്. അതാണ് കുഞ്ഞിന് അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഈ സെൻസിറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് സെൻസിറ്റിവിറ്റി സൂപ്പർബാണ്. താങ്ക് യു സർ. You understand what it is and try to give all your emotions into it. കേട്ടോ, അത് വളരെ സുന്ദരമായി ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ ധ്വനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ ഒരു മികച്ച ഒരു ആഖ്യാനാണ് മോള് പാടിയത്. താങ്ക് യു സർ. ഒരു പൂവിരിയുന്ന സുഖമറിഞ്ഞു, നറുമഞ്ഞൊരുകുന്ന ലയമറിഞ്ഞു. ഉണരൂ ഉണരൂ യമുനേ ഉണരൂ, ഏതോ മുരളിക പാടുന്നു. ഔസേപ്പച്ചൻ ചേട്ടന്റെ ഒരു ഗ്രേറ്റ് സോങ് ആണ്. യു ആർ പെർഹാപ്സ് ദ മോസ്റ്റ് ഇംപ്രൂവ്ഡ് യെസ്. ഓഫ് ദ ഹോൾ ലോട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് സർ. കാരണം നമ്മുടെ മനസ്സ് തുറന്ന പാട്ടാണല്ലോ. ആ. അപ്പൊ ഞാനൊരു പേരിടാം കേട്ടോ, ഭാവഗായിക. താങ്ക് യു സർ. ആ, അതിന് നല്ല ഭാവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പാട്ടിലെ ഏറ്റവും എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മെലഡിയിൽ എങ്ങനെ ഒരു ഹുക്ക് ലൈൻ ചേർക്കാം എന്നുള്ള ഔസേപ്പച്ചൻ ചേട്ടന്റെ ബ്യൂട്ടിഫുൾ തോട്ടാണ്. ആ കാലത്ത് പിന്നെയാണല്ലോ ഈ ഹുക്ക് ലൈനും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയത് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചയില് അതെവിടെയാണ് ഈ ഹുക്ക് ലൈൻ? ഈ പാട്ട് എല്ലാം എല്ലാം. ആ ആ മാതാ മകരി ഗരി സനി സാ. ഇത് ഫസ്റ്റ് പല്ലവിയിൽ വിത്ത് ഋതം വരുന്നുണ്ട്, അനുപല്ലവിയിലും ചരണത്തിലും സൈലൻസിൽ വരുന്നുണ്ട്. ഒരു വയലിന്റെ ബാക്കിംഗ് മാത്രമാണുള്ളത്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. അത് ഒരെണ്ണം എനിക്ക് എല്ലാം എല്ലാം നാം മറന്നു എന്നുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അനുപല്ലവി കഴിഞ്ഞിട്ടുള്ളത് അതൊന്ന് പാടിത്തരാമോ? എല്ലാം എല്ലാം നാം മറന്നു. ഈ ലോകമേ മറന്നു പോകും എന്ന് പറഞ്ഞാൽ സ്വയം മറന്നു പോകും. സ്വയം മറന്നു പാടി അവിടെ, താങ്ക് യു സർ. സ്വയം പറന്നു പാടിയ. പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പറയാം, 2 ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട്. താങ്ക് യു സർ. അപ്പൊ കൂടുതൽ നീട്ടുന്നില്ല. മാഡം ഇന്ന് പാടിയത് സൂപ്പർ ആയിരുന്നു മാഡം. താങ്ക് യു ഒത്തിരി സർ. ഇഷ്ടമായി മാഡം. താങ്ക് യു സർ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം താങ്ക് യു മാച്ച് സർ. വിത്ത് കോൺഫിഡൻസ് മാഡം. താങ്ക് യു സർ. മിനുട്ടി, എന്തോ ഇന്ന് ജനേലക്കുട്ടി ഈ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴേ ഒരു പ്രത്യേക തയ്യാറെടുപ്പോടുകൂടി വന്ന മാതിരി ഒരു ഫീലിംഗ്. അങ്ങനെ ഒരു ഫീൽ അല്ലേ? ആണോ ജനേലക്കുട്ടി? കുറച്ചുകൂടെ കോൺഫിഡൻസ്. എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ എടുത്ത മാതിരി. അങ്ങനെ ഉണ്ടോ? ഗോള് നമുക്ക് കാണുമല്ലോ എല്ലാ പാട്ടിനൊപ്പം. കുറച്ച് മുമ്പത്തെ ഘട്ടത്തെക്കാളും ബെറ്റർ ആയി പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ജനേലിയ റീലോഡഡ് അതെ. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു സർ. അതായത് ആ ഫീൽ വൈസ് നല്ലൊരു ശരിക്കും പാടേണ്ട ഒരു പാട്ടാണത്. അതിലെ മെയിൻ സ്ട്രെങ്ത് അതിൽ ഫീലോട് കൂടി പാടിയാൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഫീൽ ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയി പാടി. ചരണൊക്കെ അസലായിരുന്നു. താങ്ക് യു സർ. പല്ലവിയും നന്നായിരുന്നു. താങ്ക് യു സർ. പല്ലവി അനുപല്ലവിയും ചരണത്തിലൊക്കെ ആ ഫീൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്തി ബ്യൂട്ടിഫുൾ ആയി ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ഗംഭീരമായി പാടി. താങ്ക് യു സർ. എക്സലന്റ്. താങ്ക് യു സോ മച്ച് സർ. ജനീലെ കുട്ടാ, എന്തോ ഇവിടെ ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആയിട്ട് വന്ന ആളല്ലല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. കോസ്റ്റ്യൂം ഒക്കെ മാറി അതെ, costume മാറി. ഭയങ്കര ചേഞ്ച് ആയി. അത് മാറിയതോടെ ഫുൾ വ്യത്യാസമായി ഫുൾ വ്യത്യാസം. നല്ല കിഡ്ലം കോസ്റ്റ്യൂം കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ലൊരു മെലഡി പാടാൻ പറ്റിയ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. താങ്ക് ഓക്കെ, യു. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. മിടുക്കായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. എനിക്ക് ജനീലെ കുട്ടിക്ക് ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലേ ആ ഓരോ പാട്ടിലും, അതിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഭീകരമാണ്. താങ്ക് യു. നല്ല ഇൻവോൾവ് ആണ് ഇപ്പൊ പാട്ട് പാടുമ്പോഴത്തേക്ക്. അത് നേരത്തെ പറഞ്ഞ പോലെ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഓരോ പാട്ട് കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ കൺസിസ്റ്റന്റ് ആയി വരികയാണ് ജനീലെ കുട്ടിയുടെ പെർഫോമൻസ്. ഇറ്റ്സ് ഗെറ്റിംഗ് ബ്യൂട്ടിഫുൾ. മോഡുലേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്നു, കുറച്ചും കൂടെ ടെക്നിക്സ് പഠിക്കുന്നു, കുറച്ചും കൂടെ ബ്രെത്ത് കൺട്രോൾ വരുന്നു. അപ്പോൾ എല്ലാം കുറച്ച് എന്താ പറയാ, ഒരു നമ്മൾ അതേസമയം ആർട്ടിഫിഷ്യൽ അല്ല, ഭയങ്കര ഒരു നാച്ചുറലി വരുന്ന ഒരു പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പേസിൽ കാണുകയാണ്. താങ്ക് യു. വിച്ച് ഇസ് സോ ഗുഡ്. Thank you, ചേച്ചി. അതൊക്കെ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. നല്ല പ്രോഗ്രസ് ഉണ്ട്. താങ്ക് ഓക്കെ, യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് നോക്കാം ജനീലെ കുട്ടാ. മാർക്ക് നോക്കാം. എണീക്കോ, 2 കൂടെ എണീക്കോ. ആ
9 + 9 + 9 + 9 + 9 + 9 + 9 + 9 + 9 + 9 + 9. എത്ര പറഞ്ഞു? 99. എന്റെ മീനൂട്ടി. എടാ അത്ര 9 വരുമ്പോ 99 ആയിരിക്കൂലേ? വെറുതെ എണ്ണിയതാ ഇത്. അതെ. ഞാൻ ഓർത്ത് ഇത്ര നല്ല പഠിക്കുന്ന കൊച്ചാ. എടാ അല്ലടാ. അല്ലടാ അത്ര 9 വരുമ്പോ സ്വാഭാവികമായിട്ട് 98 വന്ന് നിക്കൂലല്ലോ. ഏതൊക്കെ ഒരു നമ്പർ വ്യത്യാസപ്പെടൂലേ? അഥവാ 90 Simple. ആണെങ്കിലോ അതാ ഞാൻ ഇല്ല ഇത്ര 9ഓ? നമ്മള് ഡിസ്കസ് ചെയ്യട്ടെ, തീരുമാനിച്ചില്ല. അപ്പൊ നമ്മള് വണ്ടി ഏതുവരെ വന്നു? ബ്രേക്ക് ഇട്ടു. 99. 99 ബ്രേക്ക് ഇട്ടു. ആ ഇനി ആക്സിലറേറ്റർ കൊടുക്കണോ എന്നുള്ളത് ഉണ്ണിച്ചേട്ടൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചു. നമ്മുടെ പാവം കുട്ടിയല്ലേ, നമ്മുടെ പാവം ജനീലെ കുട്ടിയല്ലേ, അതെ. ഒരു പുഷ് കൊടുക്കാം അല്ലേ? ചെറിയൊരു മീനുണ്ട ഉന്തിക്കോ തള്ളി സ്റ്റാർട്ടാക്കിയാ മതിയോ? താക്കോല് തിരിക്കണ്ടേ? ഉന്തിക്കോ Come on. തള്ളു തള്ളു ആ തള്ളു. തള്ളി. ഒരു പോയിന്റ് തള്ളട്ടെ. ആ തള്ളി. കുറച്ചാണ് തള്ളി. ആ. കുറച്ച് 99.5 out of 5. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആയിരിക്കാണ് ജനീലിയ കുട്ടി. താങ്ക് യു സോ മച്ച്. യെസ് മിടുക്കി. താങ്ക് യു. ആര്യ ചേച്ചി വീണ്ടും വെൽക്കം. ജനീലിയ കുട്ട നെക്സ്റ്റ് ലെവലായപ്പോ പുതിയൊരു ഗോൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ഗോൾ ഏകദേശം ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഇത് ആർക്കും കിട്ടാറില്ല. 99.5 മാർക്സ് ഒന്നും ഈ ലെവലില് ഭയങ്കര, ഈ പ്രീ ക്വാർട്ടർ ഗ്രൗണ്ടിൽ ഭയങ്കര കഠിനമാണ് ഇതൊക്കെ വാങ്ങാൻ. പക്ഷെ നമ്മളത് വാങ്ങി. കൺഗ്രാറ്റ്സ്. Thank you so much. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ് Thank you so much. മിടുക്കി. താങ്ക് യു ചേച്ചി. 2 ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്നേഹോപഹാരം. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഒരു ഗിഫ്റ്റ്. ഉടുപ്പ്, കിൻഡർ മോക്സിന്റെ ഒരു കിടിലൻ ഉടുപ്പ് നമ്മുടെ ജനീലെ കുട്ടിക്ക്. യെസ്. താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു ജനീലിയ കുട്ട. ബൈ.